നമസ്കാരം. ഇതെൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമുക്ക് സെൻറ്റൻസിനെ കുറിച്ച് പഠിക്കാം. ബേർഡ്സ് ആണ്, അതായത് വാക്കുകൾ ചേർന്നാണ് വാചകങ്ങൾ ഉണ്ടാകുന്നത്. ബേർഡ്സ് മേക്ക് സെൻറ്റൻസ്. സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്ക് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായിട്ട് അർത്ഥമുള്ള വാക്കുകൾ ചേർന്ന് വരുന്നതാണ് സെൻറ്റൻസസ്. അതായത് സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. ഹി ഈസ് കമ്മിങ്, അവിടെ കമ്മിങ് ഈസ് ഹി എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമാകുന്നില്ല. അത് ഹി ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാലേ അർത്ഥമാകുന്നുള്ളൂ. അതാണ് എക്സാമ്പിൾസ്. ഹി ഈസ് കമ്മിങ്, ദേ ഹെൽപ്പ് ദ പുവർ പീപ്പിൾ. സെൻറ്റൻസസ് ആർ ഓഫ് 4 ടൈപ്സ്. സെൻറ്റൻസ് 4 തരമുണ്ട്. ദേ ആർ അസേർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അതിന് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നും നമ്മൾ പറയും. 2 ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. 3 ഇമ്പരറ്റീവ് സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. അസേർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്, ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഇനിയും ഓരോന്നും വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, അസേർട്ടീവ് സെൻറ്റൻസ്. And a definition: assertive sentence is a sentence that is used to express facts, opinion or statement. ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒപ്പീനിയൻ അല്ലെ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള സെൻറ്റൻസിന് പറയുന്ന പേരാണ് അസേർട്ടീവ് സെൻറ്റൻസ്. അതിന് നമുക്ക് പൊതുവായിട്ട് ആൻസർ ടൈപ്പ് സെൻറ്റൻസസ് എന്ന് പറയാം. എക്സാമ്പിൾ, രാം ഈസ് എ നൈസ് പേഴ്സൺ. അത് ഇതൊരു ഒപ്പീനിയനാണ്. പിന്നെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊരു ഫാക്റ്റാണ്, അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ് അല്ലേ. എർത്ത് റിവോൾവ്സ് റൗണ്ട് ദ സൺ, അതും ഒരു ഫാക്റ്റാണ്. അപ്പം ഇതാണ് അസർട്ടീവ് സെൻറ്റൻസ്. ഇനി അടുത്തത് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. ആൻഡ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ഈസ് എ സെൻറ്റൻസ് ദാറ്റ് ആസ്ക്സ് എ ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. Sentences that are used to ask questions. It always ends with a question mark. അതിനെപ്പോഴും അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസിനെല്ലാം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കുമല്ലോ. ക്വസ്റ്റ്യൻ മാർക്ക് എന്താണെന്നറിയുമല്ലോ. ഇറ്റ് ഓൾവേസ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി ഈ ക്വസ്റ്റ്യൻസ് 2 ടൈപ്പ് ഉണ്ട്. ദേ ആർ ഓഫ് 2 ടൈപ്സ്. സ്റ്റാർട്ടിങ് വിത്ത് ക്വസ്റ്റ്യൻ വേർഡ്. ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ്? വാട്ട്, വിച്ച്, ഹൗ, വൈ, where. These are all question words. അതായത് what's your name, how old are you, where are you going. These are all that type question. Starting with auxiliary verbs. Auxiliary verb നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. Starting with auxiliary verb, അതിനെ നമുക്ക് yes or no ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയും. yes or no അതിൻ്റെ ആൻസറായിട്ട് വരും. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അത് എക്സാമ്പിൾ, ആർ യു കമ്മിങ് ടു സ്കൂൾ ടുഡേ, ഡിഡ് യു കം വിത്ത് മീ, വിൽ യു പ്ലേ വിത്ത് മീ. ദീസ് ആർ ആൾ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ് വിത്ത് ഓക്സിലറി വെർബ്സ്. ഇനി അടുത്തത് ഇമ്പരറ്റീവ് സെൻറ്റൻസ്. എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ്സസ് എ കമാൻഡ്, റിക്വസ്റ്റ് or a wish is called imperative sentences. ഒരു കമാൻഡ് ആകാം, ഒരു റിക്വസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വിഷ് ആകാം, ഒരാഗ്രഹമാകാം, ഒരു റിക്വസ്റ്റ് ആകാം. ഇതാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ്. അതിന് എക്സാമ്പിൾ, ഷട്ട് ദ ഡോർ, അത് ഈസ് എ കമാൻഡ്. പ്ലീസ് ഗെറ്റ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, അതൊരു റിക്വസ്റ്റാണ്. മേ ഗോഡ് ബ്ലെസ് യു, അതും ഒരു വിഷാണ്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ്. ദ സബ്ജക്റ്റ് യു ഈസ് യൂഷ്വലി നോട്ട് ഡയറക്ട്ലി സ്റ്റേറ്റഡ്, അത് നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, അതിനകത്ത് യു എന്ന് പറയുന്നതുകൊണ്ട്. അങ്ങനെയുള്ള സെൻറ്റൻസാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, ദ ലാസ്റ്റ് വൺ, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എ സെൻറ്റൻസ് വിച്ച് എക്സ്പ്രസ്സസ് എ സ്ട്രോങ് ഓർ സഡൻ ഫീലിംഗ് ഈസ് കോൾഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. An exclamation mark should always be put at the end of such sentences.
എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും, ഒരു സ്ട്രോങ് ആയിട്ട് നമ്മൾ സഡൻ ആയിട്ട് പറയുന്ന സെൻറ്റൻസിന് പറയുന്ന പേരാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കുണ്ടായിരിക്കും. എക്സാമ്പിൾ, വാട്ട് എ ഫൂൾ ഹീ ഈസ്, വാട്ട് എ പിറ്റി യു കുഡിൻറ്റ് കം, ഹൗ അൺകൈൻഡ് യു ആർ. ഇങ്ങനെയുള്ള സെൻറ്റൻസാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. ഈ ക്ലാസ് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ചെറിയൊരു നോട്ട് എഴുതി പഠിക്കുക. കുട്ടികൾ ഒരു നോട്ട് എഴുതി പഠിക്കുന്നത് നന്നായിരിക്കും, വളരെ പ്രയോജനം ചെയ്യും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.